അമ്മൽ ബിലാദ്. അതാ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ സുപരിചിതമായ സുബ്ഹാന മൗലിദിലും അതുപോലെയുള്ള മൗലിദുകളിലുമൊക്കെ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടോ? നിങ്ങളിൽ നിന്ന് വല്ല പാപങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ തുബ്നി, തൗബ ചെയ്തോ, നബി തങ്ങളോട് തൗബ ചെയ്തോ. എന്നിട്ടതാ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് തേടുകയാണ്, യാ ഹബീബി യാ മുഹമ്മദ് യാ റൂസൽ ഖഫഖൈനി അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മുബിഖാതി അൻത സത്താറുൽ മസാവി ومقيل العثرات يا حبيبي എന്റെ ഹബീബേ, യാ മുഹമ്മദ്. കണ്ടോ, ഈ വിളി തന്നെ ഇസ്ലാമികമാണോ? യാ മുഹമ്മദ് എന്നാ വിളിക്കുന്നത്. പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമുക്ക് യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടുണ്ടോ? ജീവിതകാലത്ത് പോലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതാ ഒരിക്കലും നബി തങ്ങളെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടില്ല. അലി റളിയല്ലാഹു തആല വിളിച്ചിട്ടില്ല. ഒരൊറ്റ സഹാബിമാരും വിളിച്ചിട്ടില്ല. എന്താണ് കാരണം? നിങ്ങളിൽ ചിലരെ വിളിക്കും പോലെ അള്ളാന്റെ റസൂലിനെ വിളിക്കാൻ പാടില്ല. യാ മുഹമ്മദ് എന്ന പേരെടുത്ത് അള്ളാന്റെ റസൂലിനെ ജീവിതകാലത്ത് പോലും സഹാബത്ത് വിളിച്ചിട്ടില്ല. എന്നാൽ ഇതാ നബി തങ്ങളെ വിളിക്കുകയാണ്, യാ മുഹമ്മദ്. ഓ മുഹമ്മദേ, എല്ലാം പൊറുക്കുന്നത് അങ്ങെന്നാണ്, എല്ലാ പാപങ്ങളും മറച്ചു വെക്കുന്നത് അങ്ങെന്നാണ്. പൊറുക്കണേ നബിയേ, രക്ഷിക്കണേ നബിയേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനാണോ? ഒരിക്കലുമല്ല. ഇനിയും നോക്കൂ, നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പിന്നെയും തേടുന്നു, അലാ യാ റസൂലല്ലാഹി യാ റഹ്മതൻ ലനാ ഫസുബ്ബ അലൈനാ റഹ്മതൻ മിൻക ഹാമിദൂ. അലാ യാ റസൂലല്ലാഹി ഇന്നി ബിതൈബത്തിൻ ഫഹബ് ലീ ബിഗ്ഫറാനി ദുനൂബി മുമജ്ജദൂ. അലാ യാ റസൂലല്ലാഹി أشكوك غفلتي فهب لي قلبا ذاكرا لا تمرد. ألا يا رسول الله نبر سريرتي وجسمي وروحي أنت نور توقد. വിശദീകരിക്കുകയാണെങ്കിൽ എമ്പാടുമുണ്ട് പ്രിയപ്പെട്ടവരെ. റഹ്മത്തായ നബിയെ, കാരുണ്യം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞു തരണേ, പാപങ്ങൾ പൊറുത്തു തരണേ നബിയേ. എന്റെ ഹൃദയത്തിന് നല്ല വെളിച്ചം തരണേ നബിയേ. എന്റെ ഹൃദയം എപ്പോഴും അങ്ങയെ ഓർക്കുന്ന ഹൃദയമാക്കണേ നബിയേ. എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണേ നബിയേ. എന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണേ നബിയേ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് കേഴുകയാണ്, തേടുകയാണ്. ഇങ്ങനെ വിളിക്കുന്നവന്റെ വിശ്വാസം എന്താണ്? അല്ലാഹുവിനെ പോലെ നബി തങ്ങൾ ഇത് വിളിക്കുന്നവനെ കാണുന്നുണ്ട്, ഈ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. വിളിക്കുന്നവന്റെ സമീപത്ത് തന്നെ, കൂടെ തന്നെയുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട്, എല്ലാം കണ്ടുകൊണ്ട്, എല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ റസൂലുള്ളപ്പോൾ പിന്നെ അല്ലാഹുവോട് നമുക്കൊട്ട് പറയാൻ യോഗ്യതയുമില്ല. നബി തങ്ങളോട് മാത്രമേ ചോദിക്കാനും അർഹതയുള്ളൂ. ഇങ്ങനെ വന്നാൽ മുസ്ലിമേ, റബ്ബിനോട് പിന്നെ പ്രാർത്ഥിക്കുന്നവരവസ്ഥയുണ്ടാകുമോ? ഇല്ലല്ലോ. തേട്ടം മുഴുവൻ അല്ലാഹുവിന്റെ റസൂലിനോടായി മാറിയല്ലോ. ഇത് മുസ്ലിമേ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അംഗീകരിക്കാൻ പറ്റിയതാണോ? ഇതൊക്കെ പറയുമ്പോൾ പിന്നെ എന്താ പറയുകയാണോ? മുജാഹിദേ, നിന്നെ ഞങ്ങൾക്കറിയാം, നീ റസൂലുള്ളാന്റെ കഴിവ് വകവെച്ച് കൊടുക്കൂല. അള്ളാന്റെ റസൂലിനെ എല്ലാം കേൾക്കുമെന്ന് നീ വിശ്വസിക്കൂല. നിനക്ക് റസൂലുള്ളാനോട് ബഹുമാനമില്ലല്ലോ, അവിടുത്തോട് സ്നേഹമില്ലല്ലോ. അതാണ് പിന്നെ പറയാറുള്ളത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം,
ഈ നബി സ്നേഹം വാദിക്കുന്ന കക്ഷികളോട് ചോദിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഉള്ളതെന്താണെങ്കിൽ അത് മുഴുവൻ വിശ്വസിക്കുന്നവരാണ് സലഫികൾ. ഇല്ലാത്തതൊന്നും പറയാൻ പോകാറില്ല. അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്തത് അവിടുത്തെ ഹയാത്ത് കാലത്ത് മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ടില്ല. വഫാത്തിന്റെ ശേഷവും ഇനി ഖിയാമത്ത് നാൾ വരെ ദീന് പഠിച്ച ഒരൊറ്റ മുസ്ലിമും പറയൂല, പറയാൻ പാടുള്ളതുമല്ല. കാരണം അവിടുന്ന് ജീവിതകാലത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ തുറൂനി, നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് മുസ്ലിമീങ്ങളെ, നിങ്ങൾ എന്നെ പ്രകീർത്തിക്കരുത്, നിങ്ങൾ എന്നെ പ്രശംസിക്കരുത്. ഏതുപോലെ കമാ അത്റത്തിൻ നസാറ, ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പരിധി വിട്ട് പ്രശംസിച്ചതുപോലെ, അമിതമായി വർണ്ണിച്ചതുപോലെ, അതാ സ്ഥാനവും വിട്ടുകൊണ്ട് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തല്ല. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ റസൂലാണ്. ആ ആദർശത്തിന് വിരുദ്ധമായ ഒന്നും എന്നെ പറ്റി പറയല്ല. ലോക മുസ്ലിമീങ്ങളോട് അഷ്റഫുൽ ഖൽഖിന്റെ വസിയത്താണ്. ആ വസിയത്ത് നിറവേറ്റുന്നവരാണ് സലഫികൾ. നബി തങ്ങൾ പറഞ്ഞിടത്ത് നിൽക്കുന്നു, അവിടുത്തെ കുറിച്ച് വിശ്വസിക്കേണ്ടത് മുഴുവൻ വിശ്വസിക്കുന്നു. അവിടുത്തെ കുറിച്ച് വിശ്വസിക്കാൻ തന്നെ എമ്പാടും നമുക്ക് ഖുർആനിലുണ്ട്, ഹദീസിന്റെ കിതാബുകളിലുണ്ട്. അതിൽ ഒന്നുപോലും മുജാഹിദുകൾ നിഷേധിക്കാൻ തയ്യാറല്ല. നിഷേധിച്ചു എന്ന് തെളിയിക്കാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. അതേ അവസരത്തിൽ അവിടുത്തെ കുറിച്ച് അവിടുന്ന് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞപ്പോൾ ജീവിതകാലത്ത് തന്നെ ചില കുട്ടികൾ വിവരമില്ലാതെ ചിലത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഉടനെ വിളിച്ച് തിരുത്തിയല്ലോ. കല്യാണത്തിന്റെ മജ്‌ലിസിലേക്ക് ഹബീബായ നബി തങ്ങൾ കയറി ചെല്ലുന്ന നേരത്ത് ചെറിയ മക്കള് പാട്ട് പാടുകയാണ്. നബി തങ്ങളെ കണ്ട നേരത്ത് കുട്ടികളുടെ പാട്ടെന്താണ്? വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. അഷ്റഫുൽ ഖൽഖിനെ കണ്ടപ്പോൾ അതാ കല്യാണ പന്തലിൽ അവരുടെ ബാപ്പ ഉപ്പാപ്പമാര് ബദറിൽ പങ്കെടുത്ത് നടത്തിയ വീരേതിഹാസങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാടുന്നതിനിടക്ക് നബിതങ്ങളെ കണ്ടപ്പോൾ കുട്ടികളതാ റസൂലുള്ളാഹിനെ കുറിച്ചായി പിന്നത്തെ വരി പാട്ടുപാടിയത്. എല്ലാം അറിയാവുന്ന, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ടേ. അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോൾ അവിടുന്നതാ എന്നെ കുറിച്ച് ഈ കുട്ടികൾ നല്ല മൗലിദാണല്ലോ ഓതിയത്, നല്ല മദ്ഹാണല്ലോ പറഞ്ഞത് എന്ന് കരുതിയിട്ട് ഈ കുട്ടികളെ വിളിച്ച് സമ്മാനം കൊടുത്തോ? കൊടുത്തില്ലല്ലോ. നബി തങ്ങൾ ഉടനെ ഈ കൊച്ചുമക്കളെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, മക്കളെ ഇതുവരെ പാടിയതൊക്കെ പാടിക്കോ, ഇപ്പറഞ്ഞത് ഇനി പാടരുത് എന്റെ പൊന്നുമക്കൾ. കാരണം എന്താണ് കാരണം? അതാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, എന്താണ് കാരണം? നബി തങ്ങൾ വിലക്കിയിട്ടുള്ള അമിത പ്രശംസയിൽ ഇതും പെടുന്നു. നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ക്രിസ്ത്യാനികൾ ഈസബിന് മറിയമിനെ പുകഴ്ത്തിയതുപോലെ പരിധി വിട്ട് എന്നെ പുകഴ്ത്തല്ല. ആ നിരോധത്തിന്റെ കാര്യത്തിൽ ഈ കുട്ടികൾ പാടിയ അത് പെടുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ അത് വിലക്കിയതെന്ന് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടില്ലേ. ഞാൻ എന്തിനാണ് ഈ സംഭവം പറയുന്നത്? ചിലരൊക്കെ ഈ ഹദീസ് കേട്ടാ പറയാറുണ്ട്, ക്രിസ്ത്യാനികൾ ഈസ നബിയെ പുകഴ്ത്തിയതുപോലെ പുകഴ്ത്തരുതെന്നേ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ക്രിസ്ത്യാനികൾ ഈസ നബിയെ പുകഴ്ത്തിയത് എന്ത് പറഞ്ഞിട്ടാണ്? ഇബ്നുല്ലാഹ്, ഈസ അല്ലാഹുവിന്റെ മോനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്നെ കുറിച്ച് പറയരുത്, മുഹമ്മദ് അല്ലാഹുവിന്റെ മോനാണെന്ന് പറയരുതെന്ന് മാത്രമേ ഉള്ളൂ. മറ്റെന്തും പറഞ്ഞോളൂ എന്ന് നബി തങ്ങൾ ലൈസൻസ് നൽകിയിട്ടുണ്ട് എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അത് പറയാതിരിക്കാനാ നേരത്തെ വിശദീകരണം തരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഈ കുട്ടികൾ ഞങ്ങളിൽ ഒരു നബിയുണ്ട്, ആ നബി ഇബ്നുല്ലാഹ് അല്ലാഹുവിന്റെ മോനാണ് എന്നല്ലല്ലോ
പാട്ടല്ലല്ലോ ഈ കുട്ടികൾ പാടിയത്, മറിച്ച് യഅലമു മാ ഫീ ഗദി, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അറിയാവുന്ന നബി എന്നേ പറഞ്ഞുള്ളൂ. അതും നബി തങ്ങൾ വിരോധിച്ചില്ലേ? ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. അള്ളാന്റെ റസൂല് എല്ലാം അതാ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുമെന്നേ ഈ മക്കൾ പറഞ്ഞുള്ളൂ. അതിനെ വിധങ്ങൾ കേട്ടപ്പോൾ തിരുത്തുകയാണ്, പറയാൻ പാടില്ലെന്ന് പറയുകയാണ്. ആയത്തിൽ കാണുന്നില്ലേ, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലുള്ള ഒരാളും തന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയൂല. നബി തങ്ങൾ പോലും മറഞ്ഞ കാര്യങ്ങൾ പലതും പറഞ്ഞത് അല്ലാഹ് വഹി കൊടുത്തപ്പോൾ മാത്രമാണ്. വഹി ഇല്ലെങ്കിൽ നബി തങ്ങളും അതാ മറഞ്ഞ കാര്യം അറിയില്ലല്ലോ. ഈ സത്യമല്ലേ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്? ഇന്നെങ്ങാനും അള്ളാന്റെ റസൂല് അതാ ഹയാത്തോടുകൂടി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നാൽ ബുർദ ചെല്ലുന്ന മുസ്ലിയാക്കന്മാരോട്, അതുപോലെ തന്നെ ഈ ബുക്ക് എഴുതിയിട്ടുള്ള മുസ്ലിയാരോട് എന്താണ് അവിടെന്ന് പറയുക? അള്ളാന്റെ റസൂലതാ എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാ മജ്‌ലിസിലും ഹാദിറാകുന്നു എന്നൊക്കെ പറയുന്ന വിശ്വസിക്കുന്ന ആളുകളോട് അള്ളാന്റെ റസൂൽ എന്താ ഇപ്പോൾ പറയുക? അവരോട് പോരാടില്ലേ? അവരോട് യുദ്ധം ചെയ്യില്ലേ? നബിതങ്ങളുടെ പേരിൽ എത്രയെത്ര കളവുകളാ പറയുന്നത്. നബിതങ്ങളുടെ പേരിൽ കള്ളം പറയാൻ മുസ്ലിമേ, ഒരു സാധാരണ മനുഷ്യന്റെ പേരിൽ കള്ളം പറയുന്നത് തന്നെ മഹാപാപമാണ്. അതേ അവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങളെ കുറിച്ച് കള്ളം പറഞ്ഞാൽ നരകം ഉറപ്പ് തന്നെ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, ആരെങ്കിലും എന്റെ പേരിൽ ബോധപൂർവം കള്ളം പറഞ്ഞാൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം സ്ഥിരപ്പെടുത്തിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞവന് വേണ്ടി ബുനിയലഹു ബൈത്തുൻ ഫിന്നാരി, ബുനിയലഹു ബൈത്തുൻ ഫിന്നാരി, നരകത്തിയിൽ അവന് വേണ്ടിയതാ ഒരു വീട് റെഡിയാണ്. നബി തങ്ങളുടെ പേരിൽ കള്ളം പറയുന്നു, അള്ളാന്റെ റസൂല് പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്നു. നബി തങ്ങളുടെ പേരിൽ കളവ് പറയരുതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറിച്ച് അവിടുന്ന് പഠിപ്പിക്കാത്തത് പറയണ്ട. എന്തൊക്കെയാണ് റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നബിക്കുള്ള കാഷ്ടം താഹിറാണേ മൂത്രവും, അതുപോലെ തന്നെ ഹബീബി രക്തവും. നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്ന് റീഹുൻ ത്വയ്യിബത്തടിക്കുന്നതാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചിലർതാ പാടുന്നു. നബിതങ്ങളെ കുറിച്ച് എന്താ പാടുന്നത്? അവിടുത്തെ കാഷ്ടവും മൂത്രവും ഒക്കെ പരിശുദ്ധമാണ്, അവിടുത്തെ കാഷ്ടം ഭൂമി വിഴുങ്ങലാണ്, അവിടുത്തെ കാഷ്ടത്തിൽ നിന്ന് എപ്പോഴും സുഗന്ധമാണ് അടിച്ച് വീശാറുള്ളത്. ഇങ്ങനെ നബിതങ്ങളെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? പുന്നാര നബിതങ്ങളതാ വിസർജനത്തിന് വേണ്ടി ദൂരസ്ഥലത്തേക്ക് പോകുമ്പോൾ സഹാബിമാര് വെള്ളപ്പാത്രവും കൊണ്ട് പിന്നാലെ പോകുന്നു. എന്നാ നബി തങ്ങളുടെ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ അതാ നബി റസൂലുള്ളാഹിക്ക് വൃത്യവേല ചെയ്തിരുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാര് വെള്ളപ്പാത്രവുമായി കാത്തു നിൽക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞുവോ, പൊയ്ക്കോ അനസേ, നീ എന്തിനാ വെള്ളപ്പാത്രവുമായി കാത്തു നിൽക്കുന്നത്? എന്റെതൊക്കെ ശുദ്ധമാണ്, വളരെയേറെ നല്ല രൂപത്തിലുള്ള സുഗന്ധമുള്ളതാണ്, ഇത് കഴുകേണ്ടതില്ല, വെള്ളം കൊണ്ട് മടങ്ങിക്കോ. നബി തങ്ങൾ അത് പറയാറില്ലല്ലോ, അവിടുന്ന് പഠിപ്പിച്ചത് മതി പ്രിയപ്പെട്ടവരെ. അതേ അവസരത്തിൽ അവിടുത്തെ ശരീരം ബറക്കത്തുള്ള ശരീരം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ